ചുവപ്പ് നിറത്തിൽ നല്ല നീളത്തിൽ കായ്ക്കുന്ന ബ്രസീലിയൻ മൽബറിയെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. ഒരു വർഷം മുമ്പ് ചട്ടിയിൽ നട്ടൊരു പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 6 മാസം മുതൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്വീറ്റായ നല്ല ടേസ്റ്റി ആയ ഒരു വെറൈറ്റിയാണ്. മൽബറിക്ക് ഉണ്ടാവുന്ന ചെറിയൊരു ചമർപ്പ് ഇതിനുണ്ട്. അത്യാവശ്യം എങ്കിലും നല്ല ടേസ്റ്റി ആയ ഒരു വെറൈറ്റിയാണ് ഈ ബ്രസീലിയൻ മൽബറി. നമുക്ക് കുറഞ്ഞ സ്ഥലത്തൊക്കെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. ചെറിയ ഹൈറ്റിൽ തന്നെ നന്നായിട്ട് കായ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ ബ്രസീലിയൻ മൽബറി. മൽബറിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രൂൺ ചെയ്താൽ മാത്രമാണ് ഇത് കായ പിടിക്കുള്ളൂ. കമ്പ് നന്നായിട്ട് കോതി കൊടുക്കണം. നന്നായിട്ട് കട്ട് ചെയ്താൽ മാത്രം പുതിയ കമ്പ് വരുന്നതിനനുസരിച്ച് പുതിയ പഴങ്ങൾ. ഈ പ്ലാനിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കട്ട് ചെയ്തതിൻ്റെ ഒപ്പം പുതിയ ഇലകൾ വരുന്നതിനോടൊപ്പമാണ് പഴങ്ങൾ വരുന്നത്. കട്ട് ചെയ്താൽ മാത്രമാണ് പഴങ്ങൾ വരുള്ളൂ. കട്ട് ചെയ്തില്ലെങ്കിൽ വലിയ മരമായിട്ട് വളരെ മാത്രമാണ് ചെയ്യുക, പഴങ്ങൾ വരികയില്ല. അപ്പോൾ നിർബന്ധമായിട്ടും നന്നായിട്ട് പ്രൂൺ ചെയ്ത് വളർത്തിയാൽ മാത്രമാണ് ബ്രസീലിയൻ മൽബറി കായ്ച്ചു കിട്ടുള്ളൂ. ബ്രസീലിയൻ മൽബറിയുടെ ഹെൽത്തിയായ ക്വാളിറ്റിയുള്ള നല്ല ഹെൽത്തിയായ ബഡ് ചെയ്ത പ്ലാന്റ്സുകൾ ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് ഉണ്ട്. 400 രൂപയാണ് ഈ തൈകളെ റേറ്റ് വരുന്നത്. നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നുണ്ട്. പ്ലാന്റ്സിനായിട്ട് മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ മൽബറിയുടെ നല്ല തൈകളും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. പാകിസ്ഥാൻ മൽബറി അതീവ മധുരമുള്ള വെറൈറ്റിയാണ്. തേൻ മധുരമുള്ള വെറൈറ്റിയാണ് പാകിസ്ഥാൻ. സൈസ് കുറച്ച് ചെറുതാണ്, യെല്ലോ കളറിലാണ്, ചെറിയൊരു യെല്ലോ കളറിലാണ് ഇത് കാണപ്പെടുക. അത്യാവശ്യം നല്ല ടേസ്റ്റിയായ വെറൈറ്റിയാണ്, നിറയെ കായ പിടിക്കുന്ന വെറൈറ്റിയാണ് പാകിസ്ഥാൻ മൽബറി. അപ്പോൾ അതിൻ്റെയും റേറ്റ് വരുന്നത് 400 രൂപ തന്നെയാണ്.